ഈ വരുന്നതാണ് ഗൂഡല്ലൂർ മൈമുന. ഹണി ട്രാപ്പിൽ സ്പെഷ്യലൈസ് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ കണ്ടാൽ ആളുകൾ തിരിച്ചറിയില്ലല്ലോ. എന്നാ പിന്നെ നമുക്കും ഒന്ന് കോലം മാറ്റാം. ആരാധകർ ഒത്തിരി ഉള്ളതല്ലേ, മുഖം കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാകുമല്ലോ. മൈമുനയുടെ കഥ പറയാം. മഞ്ചേരി സ്വദേശിയാണെങ്കിലും ഇപ്പോൾ താമസം രണ്ടാം ഭർത്താവിനൊപ്പം ഗൂഡല്ലൂരിൽ. ആ പാവത്തിന് ഭർത്താവെന്ന പേരേ ഉള്ളൂ. ചെലവിന് കൊടുക്കുന്നത് മൈമുനയാണെന്ന. മൈമൂനയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസിന്റെ വീട്ടിലെത്തി. താൻ ഭർത്താവുമായി പിണങ്ങി കഴിയുകയാണെന്നും വീട്ടിൽ ചില പൂജകൾ ചെയ്തു തരണമെന്നും ആവശ്യപ്പെട്ടു. ജോൽസിനെ ക്ഷണിച്ചു. ഗൂഡല്ലൂർക്കല്ല, പാലക്കാട് കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചള്ളയിലുള്ള വീട്ടിലേക്കാണ് ക്ഷണിച്ചത്. മൈമുനയ്ക്കൊപ്പം ജോൽസിനെ ക്ഷണിക്കാൻ പോയ യുവാവാണ് ജീപ്പിന് പുറകിലിരിക്കുന്നത്. കുറ്റിപ്പള്ളം സ്വദേശി ശ്രീജേഷ. ജോൽസൻ കേട്ടപാടെ പിറ്റേ ദിവസത്തേക്ക് പൂജയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലുമെത്തി. ഇലയൊക്കെ വെട്ടി വിളക്കെല്ലാം കൊളുത്തി പൂജയ്ക്ക് മുന്നോടിയായി ജോൽസൻ ഉടുപ്പും ഊരി. അത് മാത്രമേ ആ പാവത്തിന് ഓർമ്മയുള്ളൂ. നമ്മുടെ നായികയും ഊരി തുണിയെ. മറ്റൊരു സ്ത്രീ അടക്കം 5-6 പേരും വീട്ടിലുണ്ടായിരുന്നു. അവർ പാവം ജോൽസിനെ തല്ലി കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ സ്വർണമാലയും മൊബൈൽ ഫോണും 2000 രൂപയും കൈക്കലാക്കി. തുടർന്ന് വിവസ്ത്രയായ നായികയ്ക്കൊപ്പം ഫോട്ടോ എടുത്തു. എന്നിട്ട് 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഫോട്ടോയും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ജോൽസൻ തൻ്റെ സമയം നോക്കിയിട്ട് പൂജയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പം മാനനഷ്ടവും ധനനഷ്ടവും തല്ലും ദേഹോദ്രവവും മാത്രമാണ് കിട്ടിയത്. ജോൽസന്റെ സമയം. ഇനി മറ്റൊരു കാര്യം. ഈ സമയം പാലക്കാട് ചിറ്റൂർ പോലീസ് ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ തിരഞ്ഞ് ഈ വീട്ടിലെത്തി. വീടിനും സമയദോഷമാണ്. പോലീസിനെ കണ്ടതും അകത്തുള്ള ആളുകൾ 4 വഴിയായി ഓടി. ഈ സമയം ജോൽസൻ വീടിന്റെ പിന്നാമ്പുറം വഴി എങ്ങനെയോ രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരാതി പറഞ്ഞ ജോൽസനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മിണ്ടാതിരുന്നില്ലല്ലോ. കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. ഇനി ഒരു സ്ത്രീ അടക്കം 5-6 പേരെ പിടികൂടാനുണ്ട്. മറ്റൊരു കാര്യം, മൈമുനയ്ക്ക് ഒരു ദിവസം ഒരു സ്കോച്ച് എന്നാണ് കണക്ക്. ജയിലിൽ അതിനുള്ള സൗകര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മൈമുന പൊളിച്ചേനെ.